എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, FIAs മ്യൂച്വൽ ഫണ്ടുകളുടെ ഫേവറേറ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെ, നാളെ പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ ആദ്യം നമുക്ക് US മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ US മാർക്കറ്റില് ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് 3.5% ആണ് വന്നിരിക്കുന്നത്. എക്സ്പെക്ടേഷൻ 4% ആണ്. പ്രീവിയസ്ലി 4.2% ആണ് ഉണ്ടായിരുന്നത്. ഒരു നല്ല ഇൻഫ്ലേഷൻ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. PPI ഡേറ്റയും വന്നിരിക്കുന്നത്. അത് നല്ല ഒരു PPI ഡേറ്റ തന്നെയാണെന്ന് പറയാം. അതായത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ 5.5% ആണ്. എക്സ്പെക്ടേഷൻ 6.2%. അതും നല്ലതാണ്. അതുപോലെ കോർ PPI ഇൻഫ്ലേഷന് 4.7% വന്നിരിക്കുന്നു. എക്സ്പെക്ടേഷൻ 5.2%. സോ അതിന്റെ എല്ലാ പോസിറ്റീവ് ഇമ്പാക്ട് ആണ് ഇന്ന് US മാർക്കറ്റ് ഹൈ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ട്രംപ് ഒരു ന്യൂസ് വിട്ടിരിക്കുന്നത്. ഇത് ഇറാന്റെ ബ്രിഡ്ജസ്, അതുപോലെ പവർ പ്ലാന്റ്, വാട്ടർ പ്ലാന്റ് ഒക്കെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. സോ ഇതിനെ തുടർന്ന് ഇറാനിലെ ഡിസ്കഷൻ വേണ്ടതാണ്. അതിന്റെ വാണിംഗ് നൽകി ഒരു മെസ്സേജ് നൽകിയിരുന്നു. ഇന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറാനിൽ നിന്നും ഞങ്ങൾക്ക് ഇതിന്റെ ഒരു തീർച്ചയായിട്ടും ഒരു ന്യൂസ് വന്നിട്ടില്ല. വേഗം അവര് ഞങ്ങളെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവർ ഈ ഒരു കാര്യത്തില് ഒരു തീരുമാനം വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. US മാർക്കറ്റ് ഡൗ ജോൺസ് 0.29% ഹൈ, അതുപോലെ നാസ്ഡാക്ക് ഇൻഡെക്സ് 0.62% ഹൈയിൽ, S&P 500 0.38% ഹൈയിൽ ക്ലോസ് ആയിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ നോക്കിയാൽ ജാപ്പനീസ് നിക്കി nearly 3% down. അതുപോലെ ഹാൻസൺ ഇൻഡെക്സ് 1.3% ഹൈയിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഷാങ്ഹായ് ഇൻഡെക്സ് 1.85% ഡൗണിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 24,140 ഓപ്പൺ ആയി. എന്നിട്ട് 24,050 ആണ് ഇന്നത്തെ ടുഡേസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നൊരു വോളറ്റൈൽ ആണോ അല്ലെങ്കിൽ വയലന്റ് മൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അത് സെൻസസ് 77,186 സെറ്റിൽ ആയിരിക്കുകയാണ്. ഒരു പോയിന്റ് മാത്രമാണ് കയറിയത്. നിഫ്റ്റി 5 പോയിന്റ്സ് ഡൗൺ ആയി 24,072 വന്നിട്ട് സെറ്റിൽ ആയിരിക്കുകയാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം തന്നെ സ്ലൈറ്റ്ലി ലോവർ ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പൊ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിരിക്കുന്നത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ, വിപ്രോ, ബജാജ് ഫൈനാൻസ്, HCL ടെക്നോളജി, മാരുതി സുസുക്കി ടോപ്പ് ഗെയിനേഴ്സ്. ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത് എറ്റോമൽ, SBI ലൈഫ് ഇൻഷുറൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇപ്പൊ സെക്ടർ വൈസ് നോക്കിയാൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് 1.5% ഹൈയിലും, മീഡിയ 1%, അതുപോലെ IT 0.5%, ഓട്ടോ സെക്ടർ 0.5% ഹൈയിൽ ക്ലോസ് ആയിരിക്കുന്നു. ഡൗൺ സൈഡ് നോക്കിയാൽ PSU ബാങ്ക് 0.5% ഡൗണിലാണ്. അതുപോലെ മെറ്റൽ, പ്രൈവറ്റ് ബാങ്ക്, ബാങ്ക് നിഫ്റ്റി ഒക്കെ തന്നെ 3% ഡൗണിൽ ക്ലോസ് ആയിട്ടുണ്ട്. റുപ്പി 96.35 സെറ്റിൽ ആയിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ 96.26 ഉണ്ടായിരുന്നു. അപ്പൊ 96 റേഞ്ചിലാണ് റുപ്പി ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഗോൾഡ് $4,030 പെർ ഔൺസിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എപ്പോൾ ബൈ ചെയ്യാം അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ $3,500 to $3,600 ആ ഒരു ബോട്ടം ആ ഒരു റേഞ്ച് ആകുമ്പോഴത്തേക്ക്, അതായത് ഇനി $300 to $400 ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു $4,000 വരുമ്പോഴും അക്യുമുലേറ്റ് ചെയ്യാം. ഓക്കെ, $85 പെർ ബാരൽ വന്നിരിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് 100.53 വന്നിരിക്കുന്നത്. ഇപ്പൊ പുതിയ സ്റ്റോക്കുകൾ മേടിക്കാമോ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ മാർക്കറ്റ് മൂവ്മെന്റ് വാച്ച് ചെയ്യാം. പുതിയതായിട്ട് വലിയ തോതില് സ്റ്റോക്കുകൾ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഓൾറെഡി മേടിച്ചിരിക്കുന്ന സ്റ്റോക്ക് സെല് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഹോൾഡ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ലക്ഷമായിട്ട് മേടിക്കാനുള്ള ടൈം ഉണ്ട്. ഡോളർ ഇൻഡെക്സും അതുപോലെ
അതായത് 10-year ബോണ്ട് ഈൽഡ് 4.58 വന്നിരിക്കുകയാണ്. ഡോളർ ഇൻഡെക്സ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയിട്ട് വരികയാണെങ്കിൽ ഗോൾഡ് ഇനിയും വീക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രധാനപ്പെട്ട ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ ടെക് മഹേന്ദ്ര ഇന്ന് ഏർണിംഗ്സ് റിപ്പോർട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് 1486 crores, എക്സ്പെക്ടേഷൻ 1700 ആണ്. സോ നെറ്റ് പ്രോഫിറ്റ് വീക്ക് ആയിട്ടുണ്ട്. റവന്യൂ അതുപോലെ ഹൈ ആയിട്ടുണ്ട്. ഏർണിംഗ് ബിഫോർ ഇൻകം ടാക്സ് ഹൈയിലാണ്, സ്ലൈറ്റ്ലി ഹൈ. ഏർണിംഗ് ബിഫോർ ഇൻകം ടാക്സിന്റെ മാർജിനും in line with the expectation. So net profit below expectation, revenue earning before income tax is above expectation. വിപ്രോ മിക്സഡ് ആയിട്ടുള്ള ഒരു ഏർണിംഗ്സ് റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. വലിയ നല്ല റിപ്പോർട്ടൊന്നും അല്ല. കാരണം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് in line with the expectation ആണെങ്കിലും റവന്യൂ ഒക്കെ in line with the expectation, but earning before income tax മാർജിൻ ഒക്കെ വീക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഏർണിംഗ്സ് റിപ്പോർട്ടാണ്. വലിയ നല്ല ഏർണിംഗ്സ് റിപ്പോർട്ടൊന്നും പറയാനായിട്ടില്ല. പിന്നെ പതാഞ്ജലി ഇന്നലെ തന്നെ 15% കൂടിയിരിക്കുകയാണ്. പതാഞ്ജലി ആയുർവേദിക് ഹോം ബിസിനസ് അവർ തന്നെ 1300 crores കൊടുത്ത് വാങ്ങുന്നു എന്നുള്ള ഒരു ന്യൂസ്, ലൈക് സത്യം കമ്പ്യൂട്ടേഴ്സ് പോലത്തെ ഒരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഒരു 15% ഇന്നലെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പതാഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ്. അപ്പൊ ഈ ഒരു സ്റ്റോക്കിൽ ക്യാഷ്ഫുൾ ആയിട്ട് ഇരിക്കുക. പിന്നെ SBIയുടെ മാനേജ്മെന്റ് IPO ഈവനിങ് 3 മണിക്ക് 21 times ഓവർ സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ്. ഇനി ഫ്രൈഡേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ സ്റ്റോക്കുകൾ ഏർണിംഗ്സ് റിപ്പോർട്ട് നൽകുന്നു. ഫ്രൈഡേ അല്ലെങ്കിൽ മാർക്കറ്റിൽ വീക്ക് എൻഡിൽ വരുന്നതുകൊണ്ട് കുറച്ച് വോളറ്റൈൽ കൂടുതലായിരിക്കും. ഫെഡറൽ ബാങ്ക്, JSW സ്റ്റീൽ, ഹാവൽസ്, റിലയൻസ്, ടാറ്റ ടെക് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ നമ്മൾ ഏർണിംഗ്സ് റിപ്പോർട്ട് നൽകുന്നു. അതിൽ റിലയൻസ് ആഫ്റ്റർ മാർക്കറ്റ് ആയിരിക്കും ഏർണിംഗ്സ് റിപ്പോർട്ട് നൽകുന്നത്. പിന്നെ സാറ്റർഡേ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, കൊടാക് ബാങ്കിന്റെ ഏർണിംഗ്സ് റിപ്പോർട്ട് വരും. സോ ഈ രണ്ട് ഫ്രൈഡേ സാറ്റർഡേയുടെ ഏർണിംഗ്സ് റിപ്പോർട്ടിന്റെ ഇമ്പാക്ട് ആയിരിക്കും മൺഡേ മാർക്കറ്റിൽ റിഫ്ലക്ട് ആകാനായിട്ട് പോകുന്നത്. US ഫ്യൂച്ചേഴ്സ് ഒക്കെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്പ് മാർക്കറ്റും 0.5% ഡൗൺ ആണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫ്രൈഡേ സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 24,000 സപ്പോർട്ട് ലെവല്. അതിന് താഴേക്ക് പോകാൻ പാടില്ല, എന്നാലും കുറച്ചുകൂടെ വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് ലെവൽ 24,200. അപ്പൊ ഈ ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി ഏതൊക്കെ സ്റ്റോക്കുകളാണ് FIS അല്ലെങ്കിൽ DASന്റെ ഫേവറേറ്റ് ആയത്, അല്ലെങ്കിൽ ജൂൺ മന്തിൽ ഏറ്റവും കൂടുതലായിട്ട് FIS, DAS ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റോക്കുകളാണെങ്കിലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനത് ഇതിൽ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് ഫേവറേറ്റ് സ്റ്റോക്കിന്റെ ലിസ്റ്റ് മാത്രം. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് കല്യാൺ ജുവലേഴ്സ്. ഈ സ്റ്റോക്കാണ് മ്യൂച്വൽ ഫണ്ടുകളെ അധികമായിട്ട് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതായത് ജൂൺ മാസം 14% ഇൻക്രീസ് ആയിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് മെയ് മാസം 14.3 crores ആണെങ്കിൽ ജൂൺ മന്ത് 16.2 crores ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ഇതൊരു ടെക് കമ്പനിയാണ്, ടെക് കമ്പനി. ഈ ഒരു സ്റ്റോക്കും ഇവരുടെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ JSW ഇൻഫ്രാസ്ട്രക്ചർ, ഇതാണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെയും മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് 5.1 crores നിന്ന് 20 crores ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് മെയ് മാസത്തെ ജൂൺ മാസം വെച്ച് കമ്പയർ ചെയ്യും. അതുപോലെ ആക്ടി സോളാർ ഹോൾഡിങ്സ്, ഈ ഒരു സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് നല്ല ഇൻക്രീസ് ആയിരിക്കുകയാണ്. 3.3 crores നിന്ന് 11.5 crores ആയിട്ട് ജൂൺ മാസം ഇൻക്രീസ് ആയിരിക്കുന്നു മെയ് മാസം വെച്ച് നോക്കുന്നത്. ഫിനാൻസ് ബാങ്ക്, ഇതാണ് നെക്സ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിരിക്കുന്ന സ്റ്റോക്ക്. മെയ് മാസം 54.1 crores ആണെങ്കിൽ ജൂൺ മാസം 56 crores ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് HFCL, ഈ ഒരു സ്റ്റോക്കാണ്. HFCL മെയ് മാസം 11.3 crores ജൂൺ മാസം 12.7 crores ആയിട്ട് ഇൻക്രീസ് ആയിരിക്കും.
നെക്സ്റ്റ് വരുന്നത് എറ്റേണൽ. ഈ ഒരു സ്റ്റോക്കിന്റെയും മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് 298 ക്രോസിൽ നിന്ന് ജൂൺ മാസം 305 ക്രോസ് ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. പിന്നെ ഫെഡറൽ ബാങ്ക് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ഫെഡറൽ ബാങ്ക് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് നല്ല ഇൻക്രീസ് ആയിട്ടുള്ള സ്റ്റോക്ക്. ഇനി എഫ്ഐ ഹോൾഡിങ്സ് ഇൻക്രീസ് ആയ സ്റ്റോക്കാണ് HFCL. ഇതൊരു ജസ്റ്റ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. HFCLയുടെയും എഫ്ഐ ഹോൾഡിങ്സ് 7% നിന്ന് 15% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഇവരുടെ എഫ്ഐ ഹോൾഡിങ്സ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാകും കേട്ടോ. 7 നല്ലൊരു വർദ്ധിച്ച ഇതാണ്. മാർച്ച് മാസത്തിൽ നിന്ന് ജൂൺ മാസത്തിൽ ഏകദേശം ഡബിൾ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഏതർ ഇൻഡസ്ട്രി ഈ ഒരു സ്റ്റോക്കിന്റെയും എഫ്ഐ ഹോൾഡിങ്സ് 6.29% നിന്ന് 7.42 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ APAR ഇൻഡസ്ട്രീസ് ഈ ഒരു സ്റ്റോക്കിന്റെയും എഫ്ഐ ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. 9.38 നിന്ന് 10.76 ആയിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജിയുടെയും എഫ്ഐ ഹോൾഡിങ്സ് 11.10 നിന്ന് 11.84% ആയിട്ട് വർദ്ധിച്ചു. പിന്നെ അദാനി പവറിന്റെയും ഈ ഒരു എഫ്ഐ ഹോൾഡിങ്സ് 11.73% നിന്ന് 11.76% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. പിന്നെ ഒറാക്കിൾ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ സർവീസസ്, ഗ്രാന്യൂൾസ് ഇന്ത്യ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, വാട്ടർമെൻ ടെക്സ്റ്റൈൽസ്, കാപ്രി ഗ്ലോബൽ തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ എഫ്ഐ ഹോൾഡിങ്സ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ എഫ്ഐ ഹോൾഡിങ്സ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് ഒക്കെ ഇൻക്രീസ് ആയ സ്റ്റോക്കുകളൊക്കെ നല്ല സ്റ്റോക്കുകളാണ്. ലോങ് ടേമിന് ഷോർട്ട് ടേമിനൊക്കെ തന്നെ ഫോക്കസ് ചെയ്യാൻ ആ സ്റ്റോക്കുകളൊക്കെ ഇനിയും വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്റ്റോക്കുകളിൽ നിന്ന് ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പ്ലേലിസ്റ്റില് ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, പിന്നെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സ് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. എല്ലാവർക്കും നന്ദി.